അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാനും വെച്ചും കൂടെ പറമ്പിലോട്ട് പോകാനായിട്ട് ഉറങ്ങുവാണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കേട്ടോ. കണ്ണന് കഴിക്കാനൊക്കെ കൊടുത്തു. അവനും ചേട്ടനും കൂടി ഇനി പോകാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാനിന്ന് പറമ്പിൽ പോയി നമ്മുടെ കൃഷിക്കൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാമെന്ന് വിചാരിച്ചേ. ഇന്നലെ ഒഴിച്ചില്ല. ഒന്നേക്കൊന്നരയോടാണ് വെള്ളം ഒഴിക്കുന്നത്. വാഴയൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. കപ്പയ്ക്കാണ് ഇച്ചിരി ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ വൈകുന്നേരം ഒത്തിരി അങ്ങ് താമസിക്കുന്നത്. ഈ പറമ്പിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങ് 6 മണിയൊക്കെ ആകുന്നു. അന്നേരം പിന്നെ നനയ്ക്കലും എടുക്കലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വൈകിട്ടുള്ള വിളക്കെത്തിയിലും ഒക്കെ അങ്ങ് ഒത്തിരി താമസിക്കുന്നു. അതുകൊണ്ട് പിന്നെ എന്നാൽ ഓർത്തു രാവിലെ അങ്ങ് ഒഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ രാവിലെ ഒഴിക്കാണ്ട് പോകുന്നതിലേക്ക് അച്ചു പറഞ്ഞു ഞാൻ കൂടെ വരാം അമ്മേ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ കൂടെ വന്ന് ഒരാൾ നമുക്കിങ്ങനെ കോരി തരുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് താഴെ ഒന്ന് ഓസിട്ടങ്ങ് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോരി നിറയ്ക്കുകയും കാര്യം ഇതിനകത്ത് ഓസിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ആ കുടത്തിൽ കോരി വെക്കുന്ന വെള്ളം ഷൂന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കല്ലൊക്കെ വെച്ച് അതിനകത്തോട്ട് ഓസൊക്കെ ഇട്ട് താഴെ പറമ്പിലോട്ട് അങ്ങ് ഇടുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ താഴെ നിന്ന് നനച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അച്ചു വെള്ളം കോരി അതിനകത്തേക്ക് നിറച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചാൽ ശരിയാകുകയില്ല ഓസിട്ട് നനയ്ക്കാനായിട്ട്. ഓസിട്ട് നനയ്ക്കാനായിട്ട് ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ കുത്തി അങ്ങ് ഒഴിക്കും. ഒഴിച്ച് കഴിയുമ്പം കപ്പയുടെ മണ്ണൊക്കെ പോയി കപ്പത്തണ്ട് മേളിൽ വന്ന് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാണ്ട് ഇറങ്ങുന്നത്. അപ്പം അത് തൊട്ടിയാണെങ്കിലും വലിയ വെയിറ്റുള്ള തൊട്ടിയൊന്നും അല്ല കേട്ടോ കിണറ്റിലെ പെട്ടെന്ന് കോരി എടുക്കാം. ഞാൻ പറഞ്ഞില്ല വലിയ താഴ്ചയൊന്നും ഇല്ല. അതുകൊണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക തന്നെ വേണം. കാര്യം പുതിയ തലമുറയ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പിള്ളേരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മൾ വീട്ടിലുള്ളവരാണ് ഇവരെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കേണ്ടത്. അല്ലാതെ അവരത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞിരുന്നത് അവർ ചെയ്യുകയില്ല, അവർക്ക് കഴിയുകയില്ല. ഞാൻ എന്നെ ജോലിക്ക് ഇറങ്ങിയാലും ഉണ്ടല്ലോ എൻ്റെ 2 പിള്ളേരെ ഞാൻ എൻ്റെ കൂടെ ഇറക്കും കേട്ടോ. കാര്യം അതൊക്കെ കഴിഞ്ഞുള്ള ഇതൊക്കെ മതി പിള്ളേർക്ക്. കാര്യം ആദ്യം പിള്ളേർ ജീവിതം എന്നതെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. അതുകൊണ്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്നും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്നാന്നും കൂടെ അവർ കാണുക എടുക്കുകയൊക്കെ ചെയ്യണ്ടേ. ഈ തോട്ടി മുഴുവൻ ഉരുളങ്കല്ല് പോലത്തെ കല്ലാണ് കിടക്കുന്നത്. ഈ പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാ ചെയ്ത് അവിടുന്ന് എപ്പോഴും കയറി വരുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവിടുന്ന് കിട്ടാവുന്ന അത്രയും ചുള്ളിലും പെറുക്കി കെട്ടിക്കൊണ്ട് ഞാൻ പോരുന്നത്. നമുക്ക് അടുപ്പിൽ തീ കത്തിക്കണം. ഉണങ്ങി കിടക്കുന്നതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരേ. അപ്പം അച്ചുവിന് കഴിക്കാനൊക്കെ കൊടുക്കുവാണ്. അച്ചു വന്ന് പെട്ടെന്ന് കുളിച്ച് എല്ലാം റെഡിയായി പോകാനായിട്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും കിഴങ്ങറിയായിരുന്നു. അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെക്കുന്ന സൈസ് കിഴങ്ങറിയാണ്. ഇനിയിപ്പോൾ അച്ചുവിനെ ഞാൻ കൊണ്ടുവിടാൻ പോകണം. ആരും ഇല്ലെങ്കിൽ ഞാൻ വേണം ഇനി കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ടൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ലിസ്റ്റൊക്കെ എൻ്റെ തന്നിട്ടുണ്ട് മേടിക്കാനായിട്ട്. ഞാൻ അച്ഛനെ കൊണ്ടുവിടാൻ പോകുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു ലോഡ് ലിസ്റ്റ് എൻ്റെ തരും. ഞാൻ പറയടി നിനക്ക് അച്ഛൻ്റെ കൊടുക്കത്തില്ലേ എന്ന് ചോദിച്ചാൽ എന്നോട് പറയാം ഓ അച്ഛൻ്റെ കൊടുക്കാം പാവം തോന്നുന്നു അമ്മയുടെ അടുത്തമ്മ പാവം തോന്നില്ലെന്ന്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നതിന് അവർക്ക് ഒരു സങ്കടവും ഇല്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് സങ്കടം. അപ്പം ഞാൻ ആ ലിസ്റ്റെല്ലാം മേടിച്ചിട്ടുണ്ട്. മേടിക്കാൻ പറ്റുന്ന അത്ര സാധനം ഇപ്പം ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കടകളൊക്കെ ഒരുപാട് താമസിച്ചേ തുറക്കത്തുള്ളേ. അതുകൊണ്ട് കട തുറന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ എന്നുള്ളതിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഞാൻ എപ്പോഴും കൂടുതലും ഞങ്ങളുടെ ഈ റാന്നിയിലെ രംഗോലിയിലാണ് കൂടുതലും കയറുന്നത്. അവിടെ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കട കണ്ട കൊച്ചു കടയാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ വിലയില്ല. നമ്മുടെ സാധാരണക്കാരന് അതിനകത്ത് കയറി സാധനം മേടിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും രംഗോലിയാണ് പോകുന്നത്. അന്നേരത്തേക്ക് പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അവിടെ അക്ഷയയിലൊക്കെ ചേട്ടന് കയറണമായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ അവിടെയൊക്കെ കയറി കുറേ നേരം ഞാനവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. കണ്ണൻ്റെ ആധാറിൻ്റെ കാര്യത്തിനാണ് അവിടെ കയറിയത്. അപ്പം അത് കുറേ പ്രാവശ്യങ്ങളായിക്കൊണ്ട് തിരുത്തി അതുകൊണ്ടൊക്കെ ഒരു സ്പെല്ലിങ് വന്നതിൻ്റെയൊക്കെ തിരുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം അവിടെ പോയി കേട്ടോ. അങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞുണ്ടല്ലോ സമയം ശരിക്കും അങ്ങ് പോകുന്നേ. പിന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് തതയാണ്. അപ്പം ഞാൻ രാവിലെ പോകാൻ തുടങ്ങിയപ്പോഴും ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. വേഴാമ്പലിലെ ഗ്ലാസ് ഞാൻ ഓർത്ത് പൊട്ടി ചെതറിപ്പോയെന്ന് തോന്നി. അതുപോലെ സൗണ്ടായിരുന്നു കേട്ടോ. സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തൊരു ഫെവിക്വിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഫെവിക്വിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ മിക്കപ്പോഴും നമുക്ക് അത്യാവശ്യം ഇച്ചിരി മെഴുക്കോട്ടിക്കൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ പറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ഒത്തിരി കോവയ്ക്കൊന്നും കേട്ടോ. കുറച്ച് കോവയ്ക്കായും പിന്നെ ഒരു ഇച്ചിരി നിത്യവഴുതനയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അതെല്ലാം കൂടെ അങ്ങ് മെഴുക്കോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊരു വാളരിപ്പയറും കിടപ്പുണ്ട്. അതും കൂടെ ഒന്ന് പറിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോണ്ടല്ലോ നീര് കയറി അതേ സെറ്റാക്കി വെച്ചേക്കാം. പക്ഷേ നീറിനെ ഞാൻ കുറ്റം പറഞ്ഞു കേട്ടോ. നീറിനെ ഞാനാണ് ഇതിലേക്ക് കയറ്റി വിട്ടത്. കാര്യം പച്ചക്കറിക്ക് നമുക്കൊരു പരിധി വരെ കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് നീറ് നല്ലതാണ്. അല്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് അതിലോട്ട് പൂ വരുന്ന എല്ലാം മുഞ്ഞ വന്നും ഒക്കെ പോവും. പക്ഷേ നീറുണ്ടെങ്കിൽ ഈ മുഞ്ഞയുടെ ശല്യം അങ്ങനെ മുഞ്ഞ വന്നാലേ നമ്മുടെ പച്ചക്കറി മുഴുവൻ പോവാണ് ചെയ്യുന്നത്. വലിയ ശല്യം ഉണ്ട് അതിൽ. അങ്ങനെ നീറിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പയറൊക്കെ പിന്നെ പറിക്കാൻ നോക്കുന്നുണ്ട്. നിത്യവഴുതനങ്ങയും കോവയ്ക്കായൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ഫെവിക്വിക്ക് വെച്ച് അങ്ങ് ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വന്ന് കൊത്താണ്ട് അതിൻ്റെ ആ നിഴൽ അതിൻ്റെ ആ ഇത് രൂപം ആ ഗ്ലാസ്സിൽ കാണുമ്പോഴാണ് അത് വന്ന് കൊത്തുന്നത്. അല്ലേ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല പൊരിയുന്ന വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരിയുന്ന വെയിലായിരുന്നു. അപ്പം മീൻ ഞങ്ങൾ വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ച അയിലയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിനി വെട്ടിയെല്ലാം ഒന്ന് വറുക്കാനൊക്കെ എടുക്കണം. അപ്പം മീൻ വെട്ടി വറുക്കാനെല്ലാം എടുത്ത് വെച്ച് പിന്നെ വഴുതനങ്ങയും കോവയ്ക്കായും കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞ് മെഴുക്കോട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നീളത്തിൽ അരിയാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് കോവയ്ക്കായും മെഴുക്കോട്ടി എല്ലാം വരച്ചു. അപ്പം ഞാനിത് പച്ചമുളകോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ട് എടുക്കുന്നതാണ്. ഈ
വഴുതനങ്ങയ്ക്കകത്താണെങ്കിലും ഇങ്ങനെ മെഴുക്കോട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് എടുക്കാനായിട്ട് എളുപ്പം. ഇപ്പോൾ രണ്ടിതാന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് രണ്ടിതും കൂടെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചു. അതെല്ലാം ഒന്ന് മെഴുക്കോട്ട് വെക്കാനായിട്ട് എല്ലാം കൂടെ അടുപ്പിലിട്ട് വെച്ചു. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും, ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടൊക്കെ കാണുന്നവരെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ സെറ്റ് ആകാനായിട്ട് എല്ലാം വെച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതാണ് ഈ മെഴുക്കുവരട്ടി വെക്കുന്നത്. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനകത്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഉപ്പും കൂടെ പറ്റി നല്ലപോലെ ഇളക്കി വെച്ച് മൂടി വെച്ചൊന്ന് വേവിക്കും. വേവിക്കുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം എല്ലാം കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അടുപ്പ് വെക്കുന്നത്. തീ കുറച്ച് വെച്ചാൽ മതി. അതിനകത്ത് പച്ചക്കറിക്കകത്ത് വെള്ളം മൊത്തം ഇറങ്ങി നല്ലപോലെ വെന്ത് കിട്ടും. എനിക്ക് മഴയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ പച്ചക്കറി തീരെ എനിക്ക് ഇല്ലാതായി പോകുന്നത്. മഴയൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ തൊട്ടുണ്ടല്ലോ എനിക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചക്കറി എല്ലാം കിട്ടാറുണ്ട്. ഞാൻ പിന്നെ ഓരോ ഇലക്കറികളും ഒക്കെ അങ്ങനെ വെക്കാനായിട്ട് എല്ലാമൊക്കെ നട്ടൊക്കെ വെക്കും. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല. ഇനി ചീരയുടെ അരിയൊക്കെ പാകാനിട്ടിരിപ്പുണ്ട്. അതെല്ലാം പാകിയൊക്കെ എടുക്കണം. കോവൽ പിന്നെ മഴയാകുമ്പോഴത്തേക്ക് മൊത്തം അങ്ങ് പോകും. പിന്നെ മഴ മാറിക്കഴിയുമ്പോൾ മൊത്തം പൊട്ടിക്കിളുത്ത് വരും കേട്ടോ. അങ്ങനെ പിന്നെ നിറച്ചും കായ്ക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ അയലയൊക്കെ എല്ലാം മുളകെല്ലാം പുരട്ടി അരപ്പെല്ലാം തേച്ച് എല്ലാം വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റോഡിൽ പോയി ഒത്തിരി താമസിച്ച് അപ്പം ഇനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറും കറിയും വെച്ചില്ലെങ്കിൽ ശരിയാകുകയില്ല, കഴുപ്പ് നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ വേണ്ട ഉള്ളിയും മുളകും കൂടെ ചതച്ച് അതിനകത്തോട്ട് ഇട്ട് കേട്ടോ, മെഴുക്കുവരട്ടിക്കകത്തോട്ട്. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറേ നേരമായിട്ട് തന്നെ അതിനകത്തോട്ട് വഴറ്റും കേട്ടോ. ആ മുളകൊക്കെ നല്ലപോലെ എണ്ണയ്ക്കകത്തിറന്ന് മൊരിഞ്ഞ് ആ ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. എന്നാലും അതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. കരികരാന്നിരിക്കണം മുളകൊക്കെ നമ്മൾ ആ മെഴുക്കുവരട്ടി കൂട്ടുമ്പോഴത്തേക്കും. അങ്ങനെ മെഴുക്കുവരട്ടിക്കുള്ളതെല്ലാം ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അതും എല്ലാം ഒന്ന് സെറ്റായിക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇനിയിപ്പം കുറച്ചും കൂടെയൊക്കെ ഉള്ളൂ കേട്ടോ, തീരാറൊക്കെ ആകുന്നു. ഇപ്പോൾ വീഡിയോയുടെയൊക്കെ ലെങ്തൊക്കെ കുറയുന്നതിനാന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ടിപ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ എല്ലാവരും ഇതും കൂടെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് ഇന്നലത്തെ കറികളെന്ന് പറഞ്ഞാൽ ഇന്നലെ ബിരിയാണി മേടിച്ചിടുന്നുണ്ട്. ആ കറി അതുപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കായിരുന്നു. പിന്നെ രാവിലെ അതെല്ലാം സെറ്റാക്കി എടുത്തു. അങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ ഇതോടുകൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോലിയും പരിപാടിയൊക്കെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ടൊക്കെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങൾ വീണ്ടും